9ാം ദിവസവും പശ്ചിമേഷ്യ സംഘർഷഭരിതമാണ്. ഇസ്രയേലിൽ കനത്ത നാശം വിതച്ച് വീണ്ടും ഇറാൻ ആക്രമണം നടത്തുകയാണ്. ഹൈഫയിലും ടെൽ അവീവിലും മിസൈലുകൾ പതിച്ചിട്ടുണ്ട്. ഇറാനിലെ തെഹ്റാനിൽ വിവിധ ഭാഗങ്ങളിൽ ശക്തമായ ആക്രമണം ഇസ്രയേലും നടത്തിയിട്ടുണ്ട്. തെഹ്റാനിലെ മിസൈൽ ഫാക്ടറി അടക്കം ഇറാനിലെ ഡസൻ കണക്കിന് സൈനിക താവളങ്ങളിൽ ഇസ്രയേൽ ആക്രമണം നടത്തി. തെഹ്റാനിൽ ഒരു ആണവ ശാസ്ത്രജ്ഞനെ കൂടി വധിച്ചെന്നും ഇസ്രയേൽ അവകാശപ്പെടുന്നു. അതേസമയം യൂറോപ്യൻ യൂണിയനുമായുള്ള ചർച്ചയിലും സമവായമായിട്ടില്ല. Mes collègues européens, nous sommes aujourd'hui à Genève dans le cadre d'une initiative diplomatique visant à contribuer à la désescalade du conflit au Proche-Orient et au règlement durable des problèmes sécuritaires soulevés par le régime iranien, à commencer par le programme nucléaire iranien à vocation militaire qui s'est considérablement durci ces dernières années et qui soulève pour Israël, pour les pays de la région, mais aussi pour les pays européens. ഇസ്രയേൽ ആക്രമണം നിർത്താതെ ആണവ ചർച്ച പുനരാരംഭിക്കാനാകില്ലെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. എന്നാൽ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രയേലിനോട് പറയില്ലെന്ന് അമേരിക്കയും നിലപാടറിയിച്ചു. Well, I think it's very hard to make that request right now. If somebody's winning, it's a little bit harder to do than if somebody's losing. But we're ready, willing, and able, and we've been speaking to Iran, and we'll see what happens. We'll see what happens. What was the thought process behind 2-week timetable? Just a time to see whether or not people come to their senses. Did the Europeans help at all in talking with the Iranians? No, they didn't help. No. Iran doesn't want to speak to Europe. They want to speak to us. Europe is not going to be able to help. അതിനിടെ ഐക്യരാഷ്ട്രസഭയിൽ ഇസ്രയേലിന് കടുത്ത ഭാഷയിൽ മുന്നറിയിപ്പുമായി അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസി രംഗത്ത് വന്നു. MG മിഥുൻ ചേരുന്നു. മിഥുൻ, സംഘർഷഭരിതമാണ് സാഹചര്യങ്ങൾ. ഇതിൽ ഇപ്പോൾ അമേരിക്കയുടെ മധ്യസ്ഥതയ്ക്കെതിരെ ഇറാനും രംഗത്ത് വരുന്ന സാഹചര്യമുണ്ട്. ഇത് ലോകരാജ്യങ്ങളെ പൊതുവിൽ ബാധിക്കുന്ന വിഷയത്തിലേക്ക് മാറുന്നു എന്ന് മാത്രമല്ല, ഇസ്രയേൽ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത തിരിച്ചടി അവർക്ക് നേരിടേണ്ടി വരുന്നു എന്നതാണ് അവസ്ഥ. എന്താണ് പശ്ചിമേഷ്യയുടെ സാഹചര്യം? എന്താണ് ഇപ്പോൾ ഈ കാര്യത്തിൽ നടക്കുന്ന നീക്കം? സജിത്ത്, ഈ സംഘർഷം കൂടുതൽ കടുക്കുന്ന പശ്ചാത്തലമാണ്. കാരണം ഒരു സമവായ നീക്കത്തിലും സാധ്യത തെളിയുന്നില്ല എന്നുള്ളത് തന്നെയാണ്. കാരണം കഴിഞ്ഞ ദിവസം ജനീവയിൽ നടത്തിയ യൂറോപ്യൻ യൂണിയൻ നേതാക്കളും ഒപ്പം തന്നെ ഇറാന്റെ വിദേശകാര്യമന്ത്രിയും നടത്തിയ ചർച്ചയും ഫലമുണ്ടായില്ല. ഒരു സമവായ നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നില്ല. അതിൽ ഇറാൻ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം ആക്രമണം തുടർന്നത് അല്ലെങ്കിൽ ആക്രമണം ആദ്യം നടത്തിയത് ഇസ്രായേലാണ്. അതുകൊണ്ട് തന്നെ ആക്രമണം അവസാനിപ്പിക്കാൻ ഇസ്രായേൽ തയ്യാറാകണം, മാപ്പ് പറയണം, അല്ലെങ്കിൽ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ അവകാശവും ഞങ്ങൾക്കുണ്ട്, അതുമായി മുന്നോട്ട് പോകുമെന്ന് ഇറാൻ നയം വ്യക്തമാക്കുകയും ചെയ്തു. അതിന് പിന്നാലെ തന്നെയാണ് വീണ്ടും ഇസ്രായേലിന്റെ ആക്രമണം ഉണ്ടാകുന്നത്. പ്രത്യാക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും തിരിച്ചടി നിരവധി പ്രദേശങ്ങളിൽ ഉണ്ടാവുകയും ചെയ്തു. ഇറാന്റെ ആക്രമണത്തിൽ ടെൽ അവീവിലും ഒപ്പം തന്നെ ബെറേഷ അടക്കമുള്ള പ്രദേശങ്ങളിലും ഹൈഫ അടക്കമുള്ള പ്രദേശങ്ങളിലും തമ്രയിലും ഒക്കെ തന്നെ നിരവധി മിസൈൽ ആക്രമണം ഉണ്ടായി. ഒപ്പം തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾക്ക് പുറമെ മറ്റ് ക്ലസ്റ്റർ ബോംബുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നു. അത്തരത്തിൽ നഗരപ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അത്തരത്തിൽ ആക്രമണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ നിരവധി പേർക്ക് പരിക്കേറ്റുണ്ട്. 17ഓളം പേർക്ക് പരിക്കേറ്റതായിട്ടുള്ള ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഇസ്രായേൽ തന്നെ നടത്തുകയും ചെയ്തിട്ടുണ്ട്. അതേസമയം ഇറാന്റെ ടെഹ്റാനിലാണ് വ്യാപകമായ ആക്രമണം ഇസ്രായേൽ അഴിച്ചുവിടുകയും ചെയ്യുന്നത്. അതിൽ വ്യോമാക്രമണത്തിൽ ഈ നേരത്തെയൊക്കെ ആദ്യഘട്ടങ്ങളിൽ ആണവ കേന്ദ്രങ്ങളും സൈനിക കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ടിരുന്നുവെങ്കിൽ അത് പിന്നീട് എണ്ണപ്പാടങ്ങളിലേക്ക് ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു ആക്രമണം നടത്തിയത്. ഇപ്പോഴത് വീണ്ടും സൈനിക താവളങ്ങളിലും മിസൈൽ കേന്ദ്രങ്ങളിലും മിസൈൽ ഊർജ്ജ കേന്ദ്രങ്ങളിലുമൊക്കെ ഇത്തരത്തിൽ ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഉണ്ടാകുന്നു. അതിൽ പൂർണ്ണമായും തകർക്കാൻ സാധിച്ചു എന്നുള്ളൊരു അവകാശവാദവും ഇസ്രായേലിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴുണ്ടാകുന്നു. അത് ഇറാൻ ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ഒപ്പം തന്നെ ഒരു ശാസ്ത്രജ്ഞനെ കൂടി ഈ ആണവ പരീക്ഷണ കേന്ദ്രത്തിൽ ഒരു ശാസ്ത്രജ്ഞൻ കൂടി കൊല്ലപ്പെട്ടതായിട്ടുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവരെ വധിക്കാൻ സാധിച്ചു എന്നടക്കമുള്ള ഒരു അവകാശവാദവും ഇസ്രായേലിന്റെ ഭാഗത്ത് വരുന്നു. അങ്ങനെ സംഘർഷഭരിതമാണ് പശ്ചിമേഷ്യ എന്നുള്ളത് തന്നെയാണ്. മറ്റൊന്ന്,
ഈ ഐക്യരാഷ്ട്രസഭയിൽ രക്ഷാസമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നില്ല. അതിൽ ഇസ്രായേലിനെതിരെ വ്യാപകമായ വിമർശനം ആണവോർജ്ജ ഏജൻസി നടത്തിയിരുന്നു. അതായത് ഈ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ആക്രമണം അതൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. കാരണം അത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ആണവ ചോർച്ച ഉണ്ടാകാം. അത് വലിയ രീതിയിൽ ഇറാന് പുറത്തേക്ക് കൂടി ബാധിക്കും, അത് മറ്റു രാജ്യങ്ങളെ കൂടി വലിയ രീതിയിൽ ബാധിക്കും എന്നുള്ളത് തന്നെയാണ്. അങ്ങനെ ഒരു അണുവികേന്ദ്രീകരണം ഉണ്ടായാൽ അത് വലിയ നാശത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്യും. അങ്ങനെ ഒരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ഇത്തരത്തിലുള്ള പ്രവർത്തനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള നടപടി ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകരുതെന്നുള്ളൊരു മുന്നറിയിപ്പ് കൂടി ഈ ആണവോർജ്ജ ഏജൻസി മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. മറ്റൊന്ന്, നിലവിൽ അറബ് രാഷ്ട്രങ്ങൾ ഈ ഒരു വിഷയത്തിൽ കാര്യമായ രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളത് തന്നെയാണ്. പ്രത്യേകിച്ച് UAE, സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങൾ നിലപാട് വ്യക്തമാക്കുകയും ചെയ്തിട്ടില്ല. പക്ഷേ മറ്റൊന്ന്, റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ചൈനീസ് പ്രസിഡന്റുമായി ഇത്തരത്തിൽ കൂടിയാലോചനകൾ നടത്തിയെന്നുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. അവർ പ്രധാനമായും സമാധാനം പുനഃസ്ഥാപിക്കണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതേസമയം അമേരിക്കയും ഇസ്രായേലും പ്രധാനമായും ഇത് സംബന്ധിച്ച് റഷ്യ ഒപ്പം തന്നെ ചൈന അടക്കമുള്ളവർ ഇറാൻ ഇത്രയും അധികം സഹായം നൽകുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ ഇസ്രായേലിൻ്റെ ആക്രമണത്തിൽ പിടിച്ചു നിൽക്കാൻ ഇറാന് സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പ്രതിരോധം തീർക്കാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നത് എന്നുള്ളൊരു ആരോപണം മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതൊരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് എത്തിയിട്ടില്ല. ഈ ഒരു ആരോപണം റഷ്യയും ഒപ്പം തന്നെ ചൈനയും തള്ളുന്ന സ്ഥിതിവിശേഷം. മറ്റൊന്ന്, നിരവധി ആളുകൾ ഈ മേഖലയുണ്ട്. മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെ തന്നെ ഇറാനിൽ താമസിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്കാർ, അവരെ തിരികെ എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളും ഈ ഒരു ഘട്ടത്തിൽ പുരോഗമിക്കുന്നുണ്ട്. ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഓപ്പറേഷൻ പുരോഗമിക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ മൂന്നാമത്തെ വിമാനം കൂടി ഡൽഹിയിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 1000-ലധികം വിദ്യാർത്ഥികളെയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ഓപ്പറേഷൻ സിന്ധുവിൻ്റെ ഭാഗമായി ഇറാനിൽ നിന്ന് കൊണ്ടുവരുന്നത്. അതിൽ 280ഓളം വിദ്യാർത്ഥികൾ ഈ മൂന്നാമത്തെ വിമാനത്തിലുണ്ട് എന്നുള്ളതാണ്. മറ്റൊരു വിമാനം വൈകിട്ടോടുകൂടി ഡൽഹിയിലെത്തും. ഇന്നലെ രാത്രി 11:30-ക്കും ഒപ്പം തന്നെ പുലർച്ചെ 3 മണിക്കും 2 വിമാനങ്ങൾ എത്തിയിരുന്നു. അതിൽ 400-ലധികം വിദ്യാർത്ഥികളെ ഡൽഹിയിലേക്ക് എത്തിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു സ്ഥിതി കൂടുതൽ സങ്കീർണമാകുന്ന സാഹചര്യത്തിൽ 10,000-ലധികം ആളുകളെ ഇറാനിൽ നിന്ന് ഒഴിപ്പിക്കേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു കണക്കുകൂട്ടലാണ് ഇറാനിൽ നിന്നുള്ള അതായത് ഇന്ത്യൻ എംബസി അറിയിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഇസ്രായേൽ ഏകദേശം 30,000-ലധികം ഇന്ത്യക്കാരെ ഒഴിപ്പിക്കേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകും. കാരണം സ്വാഭാവികമായും ഇറാൻ അതിൻ്റെ ആക്രമണം രൂക്ഷമാവുകയാണ്. പ്രധാനപ്പെട്ട നഗരപ്രദേശങ്ങളിലെല്ലാം നാശം വിതയ്ക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനുള്ള നിർദ്ദേശം ഇന്ത്യൻ എംബസി നൽകിയിട്ടുണ്ട്. ബങ്കറിലടക്കം അഭയം തേടുന്ന കാഴ്ച, അത്തരത്തിലുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്തു വരികയും ചെയ്യുന്നു. എന്തായാലും അതിനൊരു അനുഭാവപൂർണ്ണമായിട്ടുള്ള നടപടി ഇരു രാജ്യങ്ങളും സ്വീകരിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ച് ഇരു രാജ്യങ്ങളിലും കൃത്യമായ രീതിയിൽ നല്ല ബന്ധം പുലർത്താൻ ഇന്ത്യയെ കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ ഇറാൻ വ്യോമപാത തുറക്കാൻ തയ്യാറാവുകയും ഇന്ത്യൻ വിമാനത്തിന് പ്രവേശിക്കാനുള്ള അനുമതി നൽകുകയും ചെയ്ത് ഇനിയും കൂടുതൽ വിദ്യാർത്ഥികളെയോ അല്ലെങ്കിൽ ഇന്ത്യക്കാരെയോ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയിൽ കൂടുതൽ സഹകരണം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമെന്നുള്ളൊരു അറിയിപ്പ് കൂടി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതേ സമാനമായ സാഹചര്യം ഇസ്രായേലിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് ജോർദാൻ അതിർത്തി വഴിയും ഒപ്പം തന്നെ സിറിയ അതിർത്തി വഴിയുമൊക്കെ ഈ ഇന്ത്യക്കാരെ പുറത്തേക്ക് കൊണ്ടുപോകാനുള്ള സഹകരണം ഉറപ്പാക്കാം എന്നുള്ള രീതിയിലുള്ള മറുപടി വിദേശകാര്യ മന്ത്രാലയത്തിന് നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെയെങ്കിൽ കൂടുതൽ പേരെ ഒഴിപ്പിക്കേണ്ടി വന്നാൽ അതിനുവേണ്ടിയുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് തയ്യാറാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. സൈത, യെസ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കൂടുതൽ വിദ്യാർത്ഥികളെ വേണമെങ്കിൽ ഇവാക്വേറ്റ് ചെയ്യാൻ കൊണ്ടുവരാൻ നാട്ടിലേക്ക് സ്വദേശത്തേക്ക് തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള സംവിധാനങ്ങൾ ഒരുക്കും. 1000-ഓളം പേരെയാണ്. യെസ്, ബറാക്ക് വ്യോമ പ്രതിരോധ സംവിധാനം ഇസ്രായേൽ ടെറിട്ടറിയിലേക്ക് വന്ന വ്യോമ പ്രതിരോധ സംവിധാനം തകർക്കുന്ന ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ഇന്ത്യൻ എയർഫോഴ്സും കൂടിയാണ് ഈ ബറാക്ക് സിസ്റ്റത്തെ ഡെവലപ്പ് ചെയ്യുന്നത്. അതായത് ഇന്ത്യ ഇസ്രായേൽ സൈനിക സഹകരണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന നീക്കങ്ങൾ കൂടിയാണ്. അത് പല ഘട്ടങ്ങളിലും ഇന്ത്യ ഇസ്രായേൽ സൈനിക സഹകരണം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ ഭാഗമായിക്കൊണ്ടുകൂടിയാണ് ഇപ്പോൾ ബറാക്ക് വ്യോമ പ്രതിരോധ സംവിധാനം മിസൈലുകളെ തകർക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു.